സുരക്ഷ ഒരു ദിവസത്തിൻ്റെയോ ഒരാഴ്ചയുടെയോ കാര്യമായി മാത്രം കാണാൻ കഴിയില്ല. അത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൻ്റെ ഭാഗമാകണം. ആദ്യം സുരക്ഷ എന്ന സന്ദേശം മനസ്സിലാക്കി ഓരോരുത്തരും ജാഗ്രത പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. ഓരോ ദേശീയ സുരക്ഷാ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ ആശയമാണ്. മാർച്ച് 4 ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ ദിനമായി നാം ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക, തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കുക, സമൂഹത്തിൽ സുരക്ഷാബോധം വളർത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വീടുകളിലും റോഡുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലുമെല്ലാം സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1966 സ്ഥാപിതമായ നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ദേശീയ സുരക്ഷാ ദിനാചരണം ആരംഭിച്ചത്. 1972 മുതൽ മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനമായി രാജ്യത്തുടനീളം ആചരിച്ചു വരുന്നു. തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക, വ്യവസായ അപകടങ്ങൾ തടയുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ. എന്നാൽ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യവും ഉയരുന്നു. രാജ്യത്തെ എല്ലാ തൊഴിലിടങ്ങളും ഒരുപോലെ സുരക്ഷിതമാണോ? ചില സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ സുരക്ഷാ സൗകര്യങ്ങളില്ലാതെ അപകടങ്ങൾക്ക് ഇരയാകുന്ന വാർത്തകൾ നാം കാണാറുണ്ട്. ചിലപ്പോൾ വിഭാഗീയതയുടെ പേരിൽ അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് നമ്മുടെ സമൂഹത്തിനും ഭരണകൂടത്തിനും ആത്മപരിശോധന ആവശ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ കേരളത്തിന്റെ ഉദാഹരണം പ്രത്യേകം പറയേണ്ടതാണ്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന ബഹുമാനത്തോടെ വിളിക്കാറുണ്ട്. ഇതൊരു വാക്കിന്റെ മാറ്റമല്ല, മറിച്ചൊരു മനോഭാവത്തിന്റെ പ്രകടനമാണ്. തൊഴിലിനായി നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർ സുരക്ഷിതരായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയണമെന്ന ഉത്തരവാദിത്ത ബോധമാണ് അതിനു പിന്നിൽ. സുരക്ഷ എന്നത് വ്യവസായ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ മാത്രമല്ല, മറിച്ച് അവരുടെ സാമൂഹിക സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടെ ജാതി, ഭാഷ, മതം, സ്വദേശം എന്നിവയെ അതിജീവിച്ച് സുരക്ഷിതമായ അന്തരീക്ഷം ലഭിക്കണം. അതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാനം. ദേശീയ സുരക്ഷാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷ ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, ഒരു മാനുഷിക മൂല്യവുമാണ് എന്നതാണ്. തൊഴിലിടങ്ങളിലും സമൂഹത്തിലും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും ഉറപ്പാക്കിയാൽ മാത്രമേ യഥാർത്ഥ സുരക്ഷ സാക്ഷാത്കരിക്കാനാവൂ. അതിനാൽ ആദ്യം സുരക്ഷ എന്ന സന്ദേശം കൈമുതലാക്കി ഓരോ തൊഴിലാളിയെയും ഏത് സംസ്ഥാനത്തു നിന്നായാലും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി തന്നെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.